നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 21 എന്താണ് LGS മാരത്തോൺ എന്ന് അറിയാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി സിമ്പിൾ ആയെന്ന് പറഞ്ഞു തരാം. കേരള PSC, LDC, LGS ലെവൽ പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ പഠിക്കാനുള്ള കുറുക്കു വഴികളുമാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് 2023 കറണ്ട് അഫേഴ്സിന്റെ രണ്ടാം ഭാഗമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോളുക, പാർട്ട് 2 ആണ്. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് നടക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സുഹൃത്തുക്കൾക്ക് വേണ്ടി പറയുവാണ്. നാളെ നമുക്കൊരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന 10 മുതൽ 20 വരെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സാധാരണ നമ്മുടെ ആദ്യത്തെ എക്സാം പോലെ അത്രയ്ക്ക് ഈസി ആയിരിക്കത്തില്ല, കുറച്ച് ടഫ് ആയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ണ് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമ്മുടെ ചാനലിൽ LDC 2024 ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അത് റണ്ണിംഗ് ആണ്. ക്ലാസ്സുകളുടെ ലിങ്ക് LDC 2024 ഫ്രീ കോഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. LGS 2024 ഒരു ഫ്രീ കോഴ്സ് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ആസാമുമായി ബന്ധപ്പെട്ട് 2023 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ആസാമുമായി ബന്ധപ്പെട്ട് 2023 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അടുത്തിടെ മോംഗീത് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ആസാം. അടുത്തിടെ മോംഗീത് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആസാം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ആസാമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ആസാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ആസാമാണ്. ആസാമിലെ ജോഹി ഗോപ എന്നറിയപ്പെടുന്ന ജില്ലയിലാണ് ഇത് വരുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ആസാമാണ്. ഗജഗോദ പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ഗജഗോദ പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആസാമാണ്. ഗജഗോദ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആസാമിലെ ഗ്രാമങ്ങളിൽ കൂടുതലായിട്ടും ആനകളുടെ ശല്യമുണ്ട്. ഇതിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആസാം ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഗജഗോദ പദ്ധതി. അമൃത് ബ്രഷ് ആന്തോളൻ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആസാമാണ്. അമൃത് ബ്രഷ് ആന്തോളൻ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആസാമാണ്. ഈ ആപ്പ് എന്തെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ വനവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആപ്പാണ് കേട്ടോ. ഇത് മാത്രം ഓർത്തു വെച്ചിരുന്നാൽ മതി. 1 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. 1 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ഒന്നുകൂടി പറയുവാണേ, അടുത്തിടെ മോംഗീത് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആസാമാണ്. മോംഗീത് എന്ന് വെച്ചാൽ ഫുഡിന്റെയും അതുപോലെ തന്നെ ഗാനങ്ങളും അതുപോലെ തന്നെ പലതരം വസ്ത്രങ്ങളും എല്ലാത്തിന്റെയും കൂടെ ഒരു ഫെസ്റ്റിവലാണ് മോംഗീത് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്. ഇത് ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആസാമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാമാണ്. ആസാമിലെ തന്നെ ജോഗി ഗോപ ജില്ലയിലാണ് ഇത് നിലവിൽ വരുന്നത്. ഗജഗോദ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആസാമാണ്. അമൃത് ബ്രഷ ആന്തോളൻ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആസാമാണ്. 1 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെ പറ്റിയാണ്. നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കൾ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇതിനകത്ത് പറയാൻ പോകുന്നതെല്ലാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം പഠിക്കുക. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അതാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് മൊറേ ഈല്. പഠിച്ചോളെ, അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് മൊറേ ഈല്. ചൂതാട്ട ഗെയിമുകൾ നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ചൂതാട്ട ഗെയിമുകൾ നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ബിൽ പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത്
തമിഴ്നാടാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡീസാലിനേഷൻ പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡീസാലിനേഷൻ പ്ലാന്റ് സ്ഥാപിതമായ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഡീസാലിനേഷൻ പ്ലാന്റ് എന്താ സുഹൃത്തുക്കളെ? നമ്മുടെ കടൽ ജലം എടുത്തിട്ട് അതിൽ നിന്ന് ഉപ്പിനെ വേർതിരിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്ന പ്ലാന്റുകളാണ് ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് അറിയുന്നത്. അത് തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥാപിതമായിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ തമിഴ്നാടാണ്. ഓർക്കുക, ഒന്നുകൂടി പറയുവാണ്, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന പേരെന്താണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ തന്തയായിട്ടുള്ള തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമായി നിലവിൽ വന്നത്. അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ മത്സ്യമാണ് മൊറേ ഈൽ എന്ന് പറയുന്നത്. ചൂതാട്ട ഗെയിമുകൾ നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡീസാലിനേഷൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഒഡീഷ സംസ്ഥാനത്തെ പറ്റിയാണ്. ആരെ പറ്റിയ സുഹൃത്തുക്കളെ? ഒഡീഷ സംസ്ഥാനത്തെ പറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമായുള്ള വളം നിർമ്മാണ പ്ലാന്റ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഒഡീഷയാണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം നിർമ്മാണ പ്ലാന്റ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഒഡീഷയാണ്. അടുത്തിടെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. പഠിച്ചു വെച്ചോളനെ, അടുത്തിടെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത കമാനം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത കമാനം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. വേറൊന്നുമില്ല, പാറകൾക്കുള്ളിലെ ഒരു ഷേപ്പിൽ എന്തുണ്ട്? ഒരു കമാനം കണക്കുണ്ട്. കമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ച് കേട്ടോ. അങ്ങനെ ഒരു രൂപം നമ്മുടെ ഒഡീഷയിൽ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, വ്യക്തമായിട്ട് കാണാം. അതിനെയാണ് പ്രകൃതിദത്ത കമാനം എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടെത്തിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഒഡീഷയിൽ പാളം തെറ്റി മറ്റു 2 ട്രെയിനുകളുമായി കൂട്ടിയിടിച്ച് ദുരന്തമുണ്ടാക്കിയ ട്രെയിനിന്റെ പേര് കോറമണ്ഡൽ എക്സ്പ്രസ്. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒഡീഷയിൽ പാളം തെറ്റി മറ്റു 2 ട്രെയിനുകളുമായി കൂട്ടിയിടിച്ച് ദുരന്തമുണ്ടാക്കിയ ട്രെയിൻ എന്ന് ചോദിച്ചാൽ അത് കോറമണ്ഡൽ എക്സ്പ്രസ് ആണ്. പേരെന്താണ്? കോറമണ്ഡൽ എക്സ്പ്രസ് ആണ്. അടുത്തിടെ ഒഡീഷ്യൻ സർക്കാർ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒഡീഷയിലെ ഭാഷ കൂയി ഭാഷ. മറക്കരുത്, അടുത്തിടെ ഒഡീഷ്യൻ സർക്കാർ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒഡീഷയിലെ ഭാഷ എന്ന് ചോദിച്ചാൽ അത് കൂയി ഭാഷയാണ്. PSC ഇവിടുന്ന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? കൂയി ഭാഷ നിലനിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്നായിരിക്കും ഉത്തരം. എന്താണ്? ഒഡീഷയാണ്. മറക്കാതെ പഠിക്കുക. ഉത്കേല വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഇപ്പോൾ അങ്ങോട്ട് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളേ. ഉത്കേല വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പരിധി വിപുലീകരിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധി വിപുലീകരിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. 2023 ജിയോ ടാഗ് ലഭിച്ച രായഗത ഷാളുകളും കാലജീര റൈസും എന്നീ ഉൽപ്പന്നങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. മറക്കാതെ പഠിക്കുക. 2023 ജിയോ ടാഗ് ലഭിച്ച രായഗീത ഷാളുകളും കാലജീര റൈസും എന്നീ ഉൽപ്പന്നങ്ങൾ ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷ സംസ്ഥാനത്തിലാണ്. ഒന്നുകൂടി പറയുവാണേ, ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. അടുത്തിടെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത കമാനം കണ്ടെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഒഡീഷയിൽ പാളം തെറ്റി മറ്റു 2 ട്രെയിനുകളുമായി കൂട്ടിയിടിച്ച് ദുരന്തം വിതച്ച ട്രെയിൻ എന്ന് ചോദിച്ചാൽ അത് കോറമണ്ഡൽ എക്സ്പ്രസ് ആണ്. അടുത്തിടെ ഒഡീഷ്യൻ സർക്കാർ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒഡീഷയിലെ ഭാഷ ചോദിച്ചാൽ കൂയി ഭാഷ. ഉത്കേല വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പരിധി വിപുലീകരിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷ. 2023 ജിയോ ടാഗ് ലഭിച്ച രായഗാഥ ഷാളുകളും കാലജീര റൈസ് എന്നീ ഉൽപ്പന്നങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കായിക മേഖലയുമായി ബന്ധപ്പെട്ട 2023 ആനുകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. PSC ഇഷ്ടം
മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാരെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. 2027 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. മറക്കല്ലേ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. അപ്പോ 2027 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ 3 അത് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. ആരാണ്? നമീബിയ. ഇവിടെ നിന്ന് PSC ചോദിക്കാൻ പോകുന്നത് താഴെ പറയുന്നവയിൽ 2027 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഭാഗമല്ലാത്ത രാജ്യം ഏത് എന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം പഠിച്ചു വെക്കുക. 2031 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോളണേ. 2031 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടും വെയിൽസുമാണ്. എവിടെയൊക്കെയാണ്? ഇംഗ്ലണ്ടും വെയിൽസുമാണ്. പഠിക്കുക. 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടും വെയിൽസുമാണ്. നമ്മുടെ PSC ആണ്. ഏതൊക്കെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2019, 2023, 2027, 2031 വരെയുള്ള ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളും ഇനി വഹിക്കുവാനുള്ള രാജ്യങ്ങളും കൂടി സുഹൃത്തുക്കൾ പഠിക്കുക. 2023 എത്രാമത് ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നടന്നതെന്ന് ചോദിച്ചാൽ അത് 13ാമത് ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നടന്നത്. പഠിക്കുക. 2023 എത്രാമത് ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നടന്നതെന്ന് ചോദിച്ചാൽ അത് 13ാമത് വേൾഡ് കപ്പാണ് നടന്നത്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ഭാഗ്യചിഹ്നം ബ്ലൈസ് എന്നും ടോങ് എന്നും 2 പേരുകൾ അറിയപ്പെടുന്ന ആനിമേഷൻ കഥാപാത്രങ്ങളാണ്. ബ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെണ്ണാണ്. അതുപോലെ ടോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണാണ്. ഇങ്ങനെ 2 ആനിമേഷൻ കഥാപാത്രങ്ങളായിരുന്നു 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഓർക്കുക. 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ഷാറൂഖ് ഖാനെയാണ്. പഠിക്കുക സുഹൃത്തുക്കൾ. കൺഫ്യൂഷൻ വരുന്ന പോയിന്റ് ആണ്. 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ഷാറൂഖ് ഖാനെയും 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുത്തതാണ് സച്ചിൻ ടെണ്ടുൽക്കർ. പല പുസ്തകങ്ങളിലും തെറ്റായി കൊടുത്തത് കണ്ടിരുന്നു. 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ഷാറൂഖ് ഖാനെയും 2023 ICC വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ്. ഒന്നുകൂടി പറയാം. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാരാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. 2027 വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവയാണ്. 2031 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടും വെയിൽസുമാണ്. 2023 എത്രാമത് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ആണ് ഇപ്പോൾ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 13ാമത്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ഭാഗ്യചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൈസ് എന്നും ടോങ് എന്നും അറിയപ്പെടുന്ന 2 ആനിമേഷൻ കഥാപാത്രങ്ങളാണ്. ഇതിൽ ബ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും ടോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുമാണ്. 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയും ചോദിച്ചാൽ അത് ഷാറൂഖ് ഖാനെയാണ്. 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഗ്ലോബൽ അംബാസിഡറായിട്ട് ആരെ തിരഞ്ഞെടുത്തു ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ്. ഈ ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. കഴിഞ്ഞൊരു എക്സാമിന് PSC പ്രീവിയസ് ആയി ചോദിച്ചതേയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കണേ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 10 ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മാച്ചുകളുടെ എണ്ണം 48. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മാച്ചുകളുടെ എണ്ണം എത്രയാണ്? 48 ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മാച്ച് നടന്നതും ഫൈനൽ മാച്ച് നടന്നതും ഒരേ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അത് ഡൗട്ട് വേണ്ട. സ്റ്റേഡിയത്തിന്റെ പേര് പഠിക്കുക. നരേന്ദ്രമോദി സ്റ്റേഡിയം.
2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മാച്ച് നടന്നതും അതുപോലെ തന്നെ ഫൈനൽ മാച്ച് നടന്നതും ഒരേ സ്റ്റേഡിയത്തിൽ തന്നെയാണ്, നരേന്ദ്രമോദി സ്റ്റേഡിയം. ഈ സ്റ്റേഡിയം അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളുണ്ട്. മൊട്ടേറ സ്റ്റേഡിയം എന്നും സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എന്നും അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. മറക്കരുത്, പണ്ട് മൊട്ടേറ സ്റ്റേഡിയം എന്നും സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എന്നും അറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? അത് നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം അല്ലെങ്കിൽ ഈ മൊട്ടേറ സ്റ്റേഡിയം എന്താണ് സ്ഥിതി ചെയ്യുന്നത്? പഠിക്കുക. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ വിജയിച്ച രാജ്യം ഓസ്ട്രേലിയ. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്, സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ വിജയിച്ച രാജ്യം ചോദിച്ചാൽ ഓസ്ട്രേലിയ. 6 തവണ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയിച്ച രാജ്യം ഓസ്ട്രേലിയ. 6 തവണ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയിച്ച രാജ്യമായിരുന്നു ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് റണ്ണറപ്പായ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ റണ്ണറപ്പായ രാജ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ. അതായത് 2ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റർ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ് 2023 വേൾഡ് കപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ട്രാവിസ് ഹെഡിനെയാണ്. ട്രാവിസ് ഹെഡിനെയാണ്. ഇതൊരു ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. പഠിക്കുക, ആരെയാണ്? ട്രാവിസ് ഹെഡിനെയാണ്. ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. അപ്പോൾ മാൻ ഓഫ് ദ മാച്ച് ഹെഡിന് കിട്ടിയെന്ന് പഠിക്കുക. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുത്ത താരം മുഹമ്മദ് ഷാമി, നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്ററാണ്. അദ്ദേഹം എടുത്തത് 42 വിക്കറ്റ് ആണ്. പഠിക്കുക, 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഷാമിയാണ്. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന് 42 വിക്കറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത്. ഒന്നുകൂടി പറയുവാണേ, 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 10. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ മാച്ചുകളുടെ എണ്ണം ചോദിച്ചാൽ 48 ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന നടന്നതും അതിന്റെ ഫൈനൽ മാച്ച് നടന്നതും ഒരേ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. ആ സ്റ്റേഡിയത്തിന്റെ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇതറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മൊട്ടേറ സ്റ്റേഡിയം എന്നും സർദാർ വല്ലഭായ് സ്റ്റേഡിയം എന്നുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദാണ്. എവിടെയാണ്? ഗുജറാത്തില്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ വിജയിച്ച രാജ്യം ചോദിച്ചാൽ ഓസ്ട്രേലിയ. 6 തവണ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയിച്ച രാജ്യം ചോദിച്ചാലും ഓസ്ട്രേലിയ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് റണ്ണറപ്പായ രാജ്യം അല്ലെങ്കിൽ 2ാം സ്ഥാനത്തെത്തിയ രാജ്യമായിരുന്നു ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? വിരാട് കോഹ്ലിയെയാണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത് ട്രാവിസ് ഹെഡിനെയാണ്. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുത്ത താരമായിരുന്നു ചോദിച്ചാൽ അത് മുഹമ്മദ് ഷാമിയാണ്. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇനി 2023 നമുക്ക് വേൾഡ് കപ്പ് നഷ്ടമായി എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. എന്നാൽ കൂടിയും ഒരുപാട് ലോക റെക്കോർഡുകൾ നമ്മളെ തേടി വന്നൊരു വർഷമായിരുന്നു 2023 വേൾഡ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. 2023 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരം എന്നറിയപ്പെടുന്നത് വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന സച്ചിന്റെ റെക്കോർഡ് മറികടന്ന ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. പഠിച്ചോളണേ, ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് മറികടന്ന ഇന്ത്യൻ താരമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ സച്ചിന്റെ റെക്കോർഡ് മറികടന്ന ഇന്ത്യൻ താരമാണെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. പഠിക്കുക, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ സച്ചിന്റെ റെക്കോർഡ് മറികടന്ന ഇന്ത്യൻ താരമാരാണ്? അത് വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടുന്ന താരമാരെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടുന്ന താരമാരെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. ഒന്നുകൂടി പറയുവാണ്, വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട 2023 പോയിന്റ്സ് ആണ്, ഓർത്തു വെച്ചിരിക്കുക. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരം എന്നറിയപ്പെടുന്നത് വിരാട് കോഹ്ലി. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന താരം എന്നറിയപ്പെടുന്നത് വിരാട് കോഹ്ലി. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരം എന്നറിയപ്പെട്ടിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് മറികടന്ന ഇന്ത്യൻ താരമാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി.
ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടി എന്നറിയപ്പെടുന്ന സച്ചിന്റെ റെക്കോർഡും മറികടന്ന ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി. അപ്പോൾ സച്ചിന്റെ രണ്ട് പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ആര് ഭേദിച്ചു? വിരാട് കോഹ്ലി ഭേദിച്ചു. ഓർക്കുക, ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടുന്ന താരമാരെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടുന്ന താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മുഹമ്മദ് ഷാമിയെ പറ്റി. വ്യക്തമായിട്ട് പഠിക്കണം മുഹമ്മദ് ഷാമിയെ പറ്റി. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഷാമിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഷാമിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ലോകകപ്പിൽ 2 തവണ 5 വിക്കറ്റുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം മുഹമ്മദ് ഷാമിയാണ്. കൺഫ്യൂഷൻ വേണ്ട. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ 2 തവണ 5 വിക്കറ്റുകൾ നേടി എന്നുള്ള ഇന്ത്യൻ താരമാരാണ്? മുഹമ്മദ് ഷാമി. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഷാമിയാണ്. ഇതൊക്കെ പഠിച്ചോളണേ. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഷാമിയാണ്. ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും വേഗത്തിൽ 50 വിക്കറ്റ് പൂർത്തീകരിച്ച താരം മുഹമ്മദ് ഷാമിയാണ്. പഠിക്കുക. ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും വേഗത്തിൽ 50 വിക്കറ്റ് പൂർത്തീകരിച്ച താരമാരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഷാമിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഷാമിയാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ 2 തവണ 5 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം മുഹമ്മദ് ഷാമിയാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് ഷാമിയാണ്. ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും വേഗത്തിൽ 50 വിക്കറ്റ് പൂർത്തീകരിച്ച ഇന്ത്യൻ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് ഷാമിയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് രോഹിത് ശർമ്മയെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയ സുഹൃത്തുക്കളെ? രോഹിത് ശർമ്മയെ പറ്റിയിട്ടാണ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയെ നയിച്ചത് രോഹിത് ശർമ്മയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ചോദിക്കും. അത് രോഹിത് ശർമ്മയാണ്. പഠിക്കുക. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇന്ത്യയെ നയിച്ചതാരാണ്? രോഹിത് ശർമ്മയാണ്. ഓപ്ഷനകത്ത് വിരാട് കോഹ്ലി കാണും. കൊണ്ടുപോയി കൊടുത്ത ആൻസർ തെറ്റിക്കരുത്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയെ നയിച്ചതാരാണ്? രോഹിത് ശർമ്മയാണ്. ICC ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം രോഹിത് ശർമ്മയാണ്. 7 സെഞ്ചുറികൾ. ICC ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്നറിയപ്പെടുന്നത് രോഹിത് ശർമ്മയാണ്. എത്ര സെഞ്ചുറികളാണ് രോഹിത് ശർമ്മ നേടിയെന്ന് ചോദിച്ചാൽ 7 സെഞ്ചുറികൾ. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് നേടിയ താരമാണെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയാണ്. പഠിക്കുക. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്നുള്ള റെക്കോർഡ് നേടിയ താരം രോഹിത് ശർമ്മയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയ താരം രോഹിത് ശർമ്മയാണ്. പഠിക്കുക. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയ താരമാരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയാണ്. ഒന്നുകൂടി പറയുവാണേ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയെ നയിച്ചത് രോഹിത് ശർമ്മ അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. ICC ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയാണ്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്നുള്ള റെക്കോർഡ് നേടിയ താരം രോഹിത് ശർമ്മ. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് 2023 പുറത്തിറങ്ങിയ പുസ്തകങ്ങളും അതെഴുതിയ എഴുത്തുകാരുമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സുഹൃത്തുക്കൾ. പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ട്രെൻഡിങ്ങിന് ഇപ്പോൾ ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും സമയം കളയണ്ട, നോക്കാം. അംബേദ്കർ എ ലൈഫ് എന്നുള്ള പുസ്തകം എഴുതിയത് ശശി തരൂർ ആണ്. പഠിക്കുക. അംബേദ്കർ എ ലൈഫ് എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? ശശി തരൂർ ആണ്. അപ്പൊ അംബേദ്കറിനെ പറ്റി 2021 പുസ്തകം എഴുതിയത് ശശിയാണ് എന്നങ്ങ് പഠിക്കുക. അംബേദ്കർ എ ലൈഫ് എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? ശശി തരൂർ. ചീഫ് മിനിസ്റ്റേഴ്സ് ഡയറി നമ്പർ 1 എന്നുള്ള പുസ്തകം എഴുതിയത് നമ്മുടെ രഞ്ജൻ ഗൊഗോയ് ആണ് കേട്ടോ. ചീഫ് മിനിസ്റ്റേഴ്സ് ഡയറി നമ്പർ 1 എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് രഞ്ജൻ ഗൊഗോയ് ആണ്. ഇന്ത്യാസ് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി എന്നുള്ള പുസ്തകം എഴുതിയത് നമ്മുടെ മാൻസുഖ് മാണ്ഡവ്യ ആണ്. മറക്കരുത്. ഇന്ത്യ വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അത് മാൻസുഖ് മാണ്ഡവ്യ ആണ്. പഠിക്കുക. ദി ബാങ്കർ ടു എവറി ഇന്ത്യൻ എന്നുള്ള പുസ്തകം എഴുതിയത് SBI ആണ് കേട്ടോ. SBI എന്നുള്ള സ്ഥാപനം പുറത്തിറങ്ങിയ പുസ്തകമാണ് ദി ബാങ്കർ ടു എവറി ഇന്ത്യൻ എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ദി ബാങ്കർ ടു എവറി ഇന്ത്യൻ എന്നുള്ള പുസ്തകം പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? SBI ആണ്. ഗാന്ധി രാഷ്ട്രീയവും വർഗീയതയും എന്നുള്ള പുസ്തകം എഴുതിയത് പീയൂഷ് ബാബിലെ. ഗാന്ധി രാഷ്ട്രീയവും വർഗീയതയും എന്നുള്ള പുസ്തകം എഴുതിയത് പീയൂഷ് ബാബിലെയാണ്. സ്മോക്ക് ആൻഡ് ആഷസ് എന്നുള്ള പുസ്തകം എഴുതിയത് അമിതാഭ് ഘോഷ് ആണ്. പഠിക്കുക.
സ്മോക്ക് ആൻഡ് ആഷസ് എന്നുള്ള പുസ്തകമായതാണ് അമിതാഭ് ഘോഷിന്റേതാണ്. ദി ഗോൾഡൻ ഇയേഴ്സ് എന്നുള്ള പുസ്തകം ഇറക്കിയത് റസ്കിൻ ബോണ്ട് ആണ്. റസ്കിൻ ബോണ്ടിന്റെ പുതിയ പുസ്തകമാണ് 2023 പുറത്തിറങ്ങിയത് ദ ഗോൾഡൻ ഇയേഴ്സ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആ പറഞ്ഞത് ദ ഗോൾഡൻ ഇയേഴ്സ് എന്നുള്ള പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അത് റസ്കിൻ ബോണ്ടിന്റേതാണ്. കഥകളി ഡാൻസ് തിയേറ്റർ എ വിഷ്വൽ നറേറ്റീവ് ഓഫ് സേക്രഡ് ഇന്ത്യൻ മൈം എന്നുള്ള പുസ്തകം എഴുതിയത് കെ ഗോപാലകൃഷ്ണനാണ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കഥകളിയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്, PSCക്ക് ഇഷ്ടമുള്ള മേഖലയാണിത്. കഥകളി ഡാൻസ് തിയേറ്റർ എ വിഷ്വൽ നറേറ്റീവ് ഓഫ് സേക്രഡ് ഇന്ത്യൻ മൈം എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? കെ ഗോപാലകൃഷ്ണനാണ്. ത്രൂ ദ ബ്രോക്കൻ ഗ്ലാസ് എന്നുള്ള പുസ്തകം എഴുതിയത് അത് TN ശേഷനാണ്. TN ശേഷന്റെ ആത്മകഥയാണ് കേട്ടോ. ത്രൂ ദി ബ്രോക്കൻ ഗ്ലാസ് എന്നുള്ളത് എഴുതിയത് ആരാണ്? TN ശേഷനാണ്. നയ ഭാരത് കാ സാമവേദ എന്നുള്ള പുസ്തകം എഴുതിയത് രാംനാഥ് കോവിന്ദ് ആണ്. ആരാണ്? നയ ഭാരത് കാ സാമവേദ എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. ഈ നയ ഭാരത് കാ സാമവേദ എന്നുള്ള പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. മറക്കരുത്, നയ ഭാരത് കാ സാമവേദ എന്ന പുസ്തകം എഴുതിയതാരാണ്? നമ്മുടെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു. പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയുവാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ പുസ്തകങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. പഠിക്കുക സുഹൃത്തുക്കള്. അംബേദ്കർ എ ലൈഫ് എന്നുള്ള പുസ്തകം എഴുതിയത് ശശി തരൂർ. ചീഫ് മിനിസ്റ്റേഴ്സ് ഡയറി നമ്പർ 1 എന്ന് എഴുതിയത് രഞ്ജിത്ത് ഗോഗോയാണ്. ഇന്ത്യസ് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി എഴുതിയത് മൻസുഖ് മാണ്ഡവ്യയാണ്. ദി ബാങ്കർ ടു എവരി ഇന്ത്യൻ എന്നുള്ള പുസ്തകം പുറത്തിറക്കിയ സ്ഥാപനം SBI ആണ്. ഗാന്ധി രാഷ്ട്രവും വർഗീയതയും എന്നുള്ള പുസ്തകം ഇറക്കിയത് പീയൂഷ് ബാബിലയാണ്. സ്മോക്ക് ആൻഡ് ആഷസ് എന്നുള്ള പുസ്തകം എഴുതിയത് അമിതാഭ് ഘോഷാണ്. മറക്കരുത്, അമിതാഭ് ഘോഷിന്റെ പുതിയ പുസ്തകമാണ് സ്മോക്ക് ആൻഡ് ആഷസ്. ദി ഗോൾഡൻ ഇയേഴ്സ് എന്നുള്ള പുസ്തകം റസ്കിൻ ബോണ്ടിന്റെയാണ്. റസ്കിൻ ബോണ്ടിന്റെ പുതിയ പുസ്തകമാണ് ദ ഗോൾഡൻ ഇയേഴ്സ്. കഥകളി ഡാൻസ് തിയേറ്റർ എ വിഷ്വൽ നറേറ്റീവ് ഓഫ് സേക്രഡ് ഇന്ത്യൻ മൈം എന്നുള്ള പുസ്തകം ഇറക്കിയത് കെ ഗോപാലകൃഷ്ണനാണ്. ത്രൂ ദി ബ്രോക്കൻ ഗ്ലാസ് TN ശേഷന്റെ ആത്മകഥയാണ്. നയ ഭാരത് കാ സാമവേദ രാംനാഥ് കോവിന്ദിന്റെ പുസ്തകമാണ്. നയ ഭാരത് കാ സാമവേദ രാംനാഥ് കോവിന്ദിന്റെ പുസ്തകമാണ്. വ്യക്തമായിട്ട് സുഹൃത്തുക്കളെ ഈ ഭാഗം 2-3 തവണ എഴുതി തന്നെ പഠിക്കുക, നിങ്ങൾക്ക് ഉപയോഗം വരും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിന്റെ ജലോത്സവത്തിനെ പറ്റിയാണ്. കേരളത്തിന്റെ ജലോത്സവം എന്ന് വെച്ചാൽ നമ്മുടെ വള്ളംകളിയെ പറ്റി തന്നെയാണ്. നമുക്ക് നോക്കാം. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റിയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയും അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സുമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ, ആലപ്പുഴ. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. പുന്നാര നെഹ്റു എന്നുള്ള കോഡ് വെച്ചിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ല. എത്രാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2023 നടന്നത് ചോദിച്ചാൽ അത് 69ാമത് വള്ളംകളി. മറക്കരുത്, എത്രാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2023 നടന്നതെന്ന് ചോദിച്ചാൽ 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കുട്ടിയാന. ഏതാണ്? വള്ളം തുഴയുന്ന കുട്ടിയാനയാണ് 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത് വീയപുരം ചുണ്ടൻ. പഠിക്കുക, എവിടത്തതാണ്? വീയപുരം ചുണ്ടനാണ്. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചതാരാണ്? വീയപുരം ചുണ്ടൻ. 2022 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത് കാട്ടിൽ തെക്കതിൽ ചുണ്ടനാണ്. 2022 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത് കാട്ടിൽ തെക്കതിൽ ചുണ്ടനാണ്. 2022 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ മിട്ടുവെന്ന തത്തയാണ്. 2022 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം മിട്ടുവെന്ന തത്തയാണ്. 2019 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത് നടുഭാഗം ചുണ്ടനാണ്. പഠിക്കണേ, 2019, 2022, 2023 നമ്മൾ പഠിക്കണം. 2020ഉം 2021ഉം കോവിഡ് കാരണം നമുക്ക് നെഹ്റു ട്രോഫി വള്ളംകളി ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോ 2019 നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചതായിരുന്നു ചോദിച്ചാൽ അത് നടുഭാഗം ചുണ്ടനാണ്. 2019 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പങ്കൻ എന്ന കുട്ടനാടൻ താറാവ് ചോദിച്ചിട്ടുണ്ട്. 2019 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? പങ്കൻ എന്ന കുട്ടനാടൻ താറാവാണ്. ഒന്നുകൂടി പറയുവാണേ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായൽ, ആലപ്പുഴ ജില്ല. എത്രാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2023 നടന്നതെന്ന് ചോദിച്ചാൽ അത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തെന്ന് ചോദിച്ചാൽ
വള്ളം തുഴയുന്ന കുട്ടിയാനയാണ്. ആരാ വള്ളം തുഴഞ്ഞത്? കുട്ടിയാന, മറക്കരുത്. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത് വിയ്യപുരം ചുണ്ടനാണ്. 2022 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത് കാട്ടിൽ തെക്കതിൽ ചുണ്ടനാണ്. 2022 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം മിട്ടുവെന്ന തത്തയാണ്. 2019 നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത് ആരാണ്? നടുഭാഗം ചുണ്ടനാണ്. 2019 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പങ്കൻ എന്ന കുട്ടനാടൻ താറാവ്. PSC ഇപ്പോഴും റിപ്പീറ്റ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇതിൽ മുഴുവനും, അതുകൊണ്ട് ഈ ഭാഗം പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്വരാജ് ട്രോഫി 2021 2022. ഇത് 2023 പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് പഠിക്കുക സുഹൃത്തുക്കൾ. PSCയുടെ ഇഷ്ടമേഖലയാണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. വ്യക്തമായിട്ട് പഠിക്കുക. സ്വരാജ് ട്രോഫി 2021 2022. എന്താ സുഹൃത്തുക്കളെ സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന് നൽകുന്ന അംഗീകാരം അറിയപ്പെടുന്ന പേരാണ് സ്വരാജ് ട്രോഫി. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന് നൽകുന്ന അംഗീകാരം അറിയപ്പെടുന്ന പേരാണ് സ്വരാജ് ട്രോഫി. 2021 2022 മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈ പറയുന്നതെല്ലാം 2021 2022 കാലഘട്ടത്തിലുള്ളതാണ് കേട്ടോ. അപ്പൊ 2021 2022 മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം ജില്ലാ പഞ്ചായത്ത്. 2ാം സ്ഥാനം നേടിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. പഠിക്കുക. 2ാം സ്ഥാനം നേടിയത് ആരാണ്? കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ്. നമുക്ക് 2 കണ്ണില്ലേ സുഹൃത്തുക്കളെ, അതുകൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് 2ാം സ്ഥാനം നേടിയത്. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി 2022 തിരഞ്ഞെടുത്തത് പെരുമ്പടവം മലപ്പുറം ജില്ല. പെരുമ്പടവം ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ല. ഇതിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയത് കൊടകര തൃശൂർ ജില്ല. ജില്ലയും കൂടി പഠിച്ചോളണം. കൊടകര തൃശൂർ ജില്ല. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മുളന്തുരുത്തി എറണാകുളം ജില്ല. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മുളന്തുരുത്തി എറണാകുളം ജില്ല. 2ാം സ്ഥാനം നേടിയത് പാപ്പിനിശ്ശേരി കണ്ണൂര്. 2ാം സ്ഥാനം നേടിയത് എവിടെയാണ്? പാപ്പിനിശ്ശേരി കണ്ണൂര്. ഏറ്റവും മികച്ച കോർപ്പറേഷൻ നേടിയത് തിരുവനന്തപുരം. ഏറ്റവും മികച്ച കോർപ്പറേഷൻ 2021-22 സ്വരാജ് ട്രോഫി നേടിയത് ആരാണ്? തിരുവനന്തപുരമാണ്. ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി 2021-22 നേടിയത് തിരൂരങ്ങാടി മലപ്പുറം. എവിടെയാണ്? തിരൂരങ്ങാടി മലപ്പുറമാണ്. 2ാം സ്ഥാനം നേടിയത് സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി എവിടെയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി പറയുവാണ്, എന്താണ് സ്വരാജ് ട്രോഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന് നൽകുന്ന അംഗീകാരമാണ് സ്വരാജ് ട്രോഫി. ഏറ്റവും മികച്ച 2021-22 ജില്ലാ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. 2ാം സ്ഥാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി 2021-2022 തിരഞ്ഞെടുത്തത് പെരുമ്പടവം മലപ്പുറം. എവിടെയാണ്? പെരുമ്പടവം മലപ്പുറം ജില്ല. 2ാം സ്ഥാനം കൊടകര തൃശൂർ ജില്ല. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മുളന്തുരുത്തി എറണാകുളം ജില്ല. 2ാം സ്ഥാനം പാപ്പിനിശ്ശേരി കണ്ണൂർ ജില്ല. 2ാം സ്ഥാനം എവിടെയാണ്? പാപ്പിനിശ്ശേരി കണ്ണൂർ ജില്ല. ഏറ്റവും മികച്ച കോർപ്പറേഷൻ ആയിട്ട് 2021-2022 തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ തിരുവനന്തപുരം. ഏറ്റവും മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരൂരങ്ങാടി മലപ്പുറമാണ്. 2021-2022 മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് ആരാണ്? തിരൂരങ്ങാടി മലപ്പുറമാണ്. 2ാം സ്ഥാനത്തെത്തിയത് സുൽത്താൻ ബത്തേരിയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കാനുള്ളതാണ് മഹാത്മാ പുരസ്കാരം 2021-2022. മഹാത്മാ പുരസ്കാരം 2021-2022 വ്യക്തമായിട്ട് പഠിച്ചോളണേ. PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യങ്ങളാണ്. മഹാത്മാ പുരസ്കാരം എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അംഗീകാരം അറിയപ്പെടുന്ന പേരാണ് മഹാത്മാ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മഹാത്മാ പുരസ്കാരം എന്ന് ചോദിച്ചാല് തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അംഗീകാരമാണ് മഹാത്മാ പുരസ്കാരം. മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് തിരുവനന്തപുരം. പഠിച്ചോളണേ. മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാ സുഹൃത്തുക്കളെ? കള്ളിക്കാട് തിരുവനന്തപുരം. 2ാം സ്ഥാനത്തെത്തിയത് അഗളിയും അതുപോലെ ഷോളയാറും. 2ാം സ്ഥാനത്തെത്തിയത് ആരൊക്കെയാണ്? അഗളിയും അതുപോലെ തന്നെ ഷോളയാറും. മറക്കരുത്. ഒന്നുകൂടി പറയാം, മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കള്ളിക്കാട് തിരുവനന്തപുരം. 2ാം സ്ഥാനം അഗളി ഷോളയാറും. അഗളിയും ഷോളയാറും. 2021-2022 മഹാത്മാ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ 3 അതുകൊണ്ട് അത് 3 പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
പെരുങ്കടവിള, അട്ടപ്പാടി, നീലേശ്വരം. എവിടെയൊക്കെയാണ് ബ്ലോക്ക് പഞ്ചായത്തുകള്? പെരുങ്കടവിള, അട്ടപ്പാടി, നീലേശ്വരം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് മഹാത്മാ പുരസ്കാരം 2021-22 ലഭിച്ചത്. ഇവിടെ നിന്ന് PSC ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. താഴെ പറയുന്നവയിൽ മഹാത്മാ പുരസ്കാരം 2021-22 നേടാത്ത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചിട്ട് ഇത് 3 ഓപ്ഷൻ തന്നിരിക്കും. കൂടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തും തന്നിരിക്കും. അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചോളുക. പെരുങ്കടവിള, അട്ടപ്പാടി, നീലേശ്വരം എന്നിവയ്ക്കാണ് 2021-22 മഹാത്മാ പുരസ്കാരം ലഭിച്ചത്. നഗരമേഖലകളിൽ മഹാത്മാ പുരസ്കാരം അറിയപ്പെടുന്ന പേരാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? നഗരമേഖലകളില് മഹാത്മാ പുരസ്കാരം അറിയപ്പെടുന്ന പേരാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്ന്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷൻ. പഠിച്ചോളണേ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം കോർപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടുന്ന നഗരസഭ ചോദിച്ചാൽ അത് വടക്കാഞ്ചേരി, വൈക്കം. വടക്കാഞ്ചേരിയും വൈക്കവുമാണ് പഠിച്ചു വെച്ചിരിക്കുക. ഒന്നുകൂടി പറയാം, എന്താണ് മഹാത്മാ പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അംഗീകാരമാണ് മഹാത്മാ പുരസ്കാരം. മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. 2ാം സ്ഥാനം 2 പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. ഒന്ന് അഗളി, മറ്റൊന്നും ഷോളയൂരും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരുങ്കടവിള, അട്ടപ്പാടി, നീലേശ്വരം. പഠിക്കുക. മഹാത്മാ പുരസ്കാരം 2021-22 നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ 3 പെരുങ്കടവിള, അട്ടപ്പാടി, നീലേശ്വരം. ഇനി നഗരമേഖലകളിൽ മഹാത്മാ പുരസ്കാരം അറിയപ്പെടുന്ന പേരാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം കോർപ്പറേഷൻ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2021-22 നേടിയ നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ അത് വടക്കാഞ്ചേരി. അതുപോലെ തന്നെ വൈക്കവും. വടക്കാഞ്ചേരിയും വൈക്കവും. ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 21 കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 നമ്മൾ നോക്കിയത്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.